ലൂക്കാ സുവിശേഷം 14 അധ്യായം 11 തിരുവചനം. ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഈശോയുടെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഫരിസയൻസ് ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന ഒരു വചനമാണിതെങ്കിലും നെഗറ്റീവിലും പോസിറ്റീവ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ദൈവവചനത്തിൻ്റെ പ്രത്യേകത. ഈ വചനത്തിൽ നമുക്കൊരു പോസിറ്റീവുണ്ട്. നമുക്കറിയാം, പലപ്പോഴും ഒത്തിരി കുറവുകളുള്ള പോരായ്മകളുള്ള വ്യക്തികളെയൊക്കെ നോക്കിയിട്ട് നമ്മൾ പലപ്പോഴും അഹങ്കരിക്കാറുണ്ട്. നമുക്ക് എന്തൊക്കെയോ ഉണ്ട്, നമ്മളിതിനേക്കാളൊക്കെ ഒത്തിരി ബെറ്ററാണെന്ന്. നേരെ തിരിച്ചും ഒത്തിരി നിറവുകളുള്ള വ്യക്തികളിലേക്ക് നോക്കിയിട്ട് എനിക്കതൊന്നും ഇല്ലല്ലോ എന്ന് നമ്മൾ പരിഭവം പറയാറുണ്ട്. നല്ല സ്മാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ കുറേ സമ്പത്തുള്ള വലിയ കഴിവുകളുള്ള അങ്ങനെയൊക്കെ വ്യക്തികളെയൊക്കെ നോക്കിക്കിട്ട് പലപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കതിന് സാധിക്കുന്നില്ലോ, എനിക്കങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ നിറവുകളിലേക്ക് നോക്കി നമ്മുടെ കുറവുകളെയാണ് നമ്മൾ എപ്പോഴും, അതൊരു മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. പക്ഷെ തമ്പുരാൻ്റെ വചനം നമ്മളെ ഓർമ്മിക്കുക, നമുക്കൊരിക്കലും മറ്റൊരു വ്യക്തിയാകാൻ പറ്റത്തില്ല, മറിച്ച് നമ്മളെപ്പോലെയാകാൻ വേറൊരാൾക്കും. നമുക്ക് നമ്മളായി മാറാനേ പറ്റത്തുള്ളൂ. ഞാൻ നിങ്ങളെ എപ്പോഴും നോക്കേണ്ടത് നമ്മുടെ തന്നെ ഉള്ളിലേക്കാണ്, നമ്മളിലെ കുറവുകളിലേക്ക്, നമ്മുടെ നിറവുകളിലേക്ക് നോക്കിയിട്ട് ദൈവത്തിന് നന്ദി പറയാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. മറിച്ച് നമ്മളിലേക്ക് നോക്കിയിട്ട് നമ്മളിൽ ദൈവീക പദ്ധതി നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കാരണം ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു ദൈവിക പദ്ധതിയാണ്. നമ്മുടെ ഓരോ ജന്മങ്ങളും, ഓരോ മനുഷ്യനും ഈ ഭൂമിയിലായിരിക്കുന്നത് മറ്റുള്ളവരെ പോലെ ആകാൻ വേണ്ടിയല്ല, മറിച്ച് ദൈവഹിതം, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള വലിയൊരു പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെയും നിങ്ങളുടെയും ദൈവഹിതം നമ്മൾ തിരിച്ചറിഞ്ഞു. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ തിരിച്ചറിഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും നമ്മളാകേണ്ടതും നമ്മൾ ശ്രമിക്കേണ്ടതും അതിനു വേണ്ടിയാണ്. ദൈവമേ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി, ഞാൻ എന്താകണം, ഞാൻ എങ്ങനെ ആയിരിക്കണം. നമുക്ക് നമ്മളിലേക്ക് തന്നെ നോക്കാം. മറ്റുള്ളവരുമായിട്ടൊരിക്കലും നമ്മളെ കമ്പയർ ചെയ്യാതെ, മറ്റുള്ളവരുടെ കുറവുകളും നിറവുകളും നോക്കി അതുമായിട്ട് നമ്മളെ ഒരിക്കലും കമ്പയർ ചെയ്യാതെ, മറിച്ച് നമ്മളിലേക്ക് നോക്കിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, ഞാനിപ്പോൾ ഈ അവസ്ഥയിലാണ്, എന്നെ നീ പുതുക്കി പണിയണം. നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ, നീ ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ, നിൻ്റെ പദ്ധതി എന്നിൽ പൂർത്തിയാകാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ. നിൻ്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.